അപ്പോൾ ഇന്നൊരു വാട്ട ഈറ്റിൻ്റെ ആണ്. ഇന്നെല്ലാം താളം തെറ്റിയൊരു ദിവസമായിരുന്നു. കാരണം എനിക്ക് നല്ല ലേറ്റായി. ഇന്നലെ ഉറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ടാണ്. വിയർത്തിട്ട് ചൂടെടുത്തിട്ട് ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ലോണം ലേറ്റായി ഉറങ്ങാനും പിന്നെ എണീക്കാനും സ്വാഭാവികമായിട്ട് നല്ല ലേറ്റായി. അപ്പോൾ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അനിയത്തി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വരുമ്പോൾ പഫ്സും കട്ട്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഫ്സും ഒരു കട്ട്ലേറ്റുമാണ് ഞാൻ കഴിച്ചത്. ഉമ്മാൻ്റെ കുറേ കേട്ടു, പക്ഷെ കാര്യമില്ല. കാരണം നമ്മൾ രാത്രി ഉറങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ ഞാൻ ഇതൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അഡ്ജസ്റ്റ് അല്ല, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണല്ലോ. അങ്ങനെ പിന്നെ ഉച്ചയായി. ഉച്ചയ്ക്ക് നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു. അടിപൊളി റാവുത്തർ പാലക്കാട് സ്പെഷ്യൽ ബീഫ് ബിരിയാണി. പിന്നെ സാലഡും ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിട്ട് കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ സെപ്റ്റോയിൽ ഈ ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ മാഗ്നത്തിൻ്റെ ഒരു ചോക്കോബാർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡബിൾ ചോക്ലേറ്റ്. അങ്ങനെ അത് വന്നു, അത് കഴിച്ചു. അത് കഴിച്ച് ചുമ്മാ ടി വി ഒക്കെ കണ്ട് ഫോണിലൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് വൈകുന്നേരമായി. പിന്നെ ഒരു കോഫി ഇട്ട് കുടിച്ചു. അതിൻ്റെ കൂടെ ഈ മുറുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ കഴിച്ചു. ഈ സാധനം നമ്മൾ സെപ്റ്റോയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രകൃതമായിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു മുറുക്കാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അങ്ങനെ പിന്നെ ഉമ്മ മരുന്ന് കഴിക്കുന്ന സമയത്ത് എനിക്കൊരു ബിസ്ക്കറ്റ് തന്നു, അപ്പോൾ അതും ഞാൻ കഴിച്ചു. ഉമ്മ മരുന്ന് കഴിക്കുമ്പോൾ ബിസ്ക്കറ്റും കൂടെ കഴിക്കും, കാരണം ഉമ്മക്ക് മരുന്ന് കഴിക്കാൻ പേടിയാണ്. അങ്ങനെ ബിസ്ക്കറ്റ് തന്നു, അതും കഴിച്ചു. പിന്നെ നമ്മൾ രാത്രി ഒരു ഷവർമയും ഷേക്കും. ഇത് അൺഎക്സ്പെക്റ്റഡ് ആണ്, ടോട്ടലായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആണ്. നമ്മുടെ വീട്ടിൽ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് മേടിച്ചപ്പോൾ നമുക്കും മേടിച്ചു. അങ്ങനെ ഷവർമയും പിന്നെ നല്ല ടെൻഡർ കോക്കനട്ട് ഷേക്കുമാണ് കുടിച്ചത്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല അടിപൊളി ഫുഡാണ് നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഒന്ന് തിന്നാൻ പറ്റി. ഇതിൻ്റെ എഫക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഞാൻ നാളെ 2 കിലോ ഒക്കെ കൂടുമായിരിക്കും. അങ്ങനെയാണ് അപ്പോൾ കാര്യങ്ങൾ. എന്നാൽ ശരി, പോയിട്ട് വരാം. നാളെ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.